നേഷൻ ഫസ്റ്റ് ചാനൽ ഇന്ന് നമ്മോടൊപ്പമുള്ളത് മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ രാജഗോപാലാണ്. സർ, പത്തനംതിട്ടയിൽ CPM എന്ന പാർട്ടിയുടെ മുതിർന്ന നേതാവ് ആണ് പത്മകുമാർ. ഇപ്പോഴും അദ്ദേഹം പാർട്ടി അംഗമാണ്. സർ, ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് പാർട്ടിക്ക് ഏറ്റവും കൂടുതൽ അവമതിപ്പുണ്ടാക്കിയ വ്യക്തിയാണ് പത്മകുമാർ. അദ്ദേഹത്തിന് ഇപ്പോൾ സ്വാഭാവിക ജാമ്യം കിട്ടി പുറത്തു വന്നിട്ടുണ്ട്. കുറ്റപത്രം വരട്ടെ എന്ന് പറഞ്ഞ് പാർട്ടി സെക്രട്ടറി അദ്ദേഹത്തെ സംരക്ഷിച്ച് നിർത്തി. സർ, ഇപ്പോൾ പെട്ടെന്ന് സംസ്ഥാന കമ്മിറ്റി പോലും അറിയാതെ, ജില്ലാ സെക്രട്ടേറിയറ്റ് അറിയാതെ ജില്ലാ കമ്മിറ്റി അദ്ദേഹത്തിനോട് കാരണം കാണിക്കൽ നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എങ്ങനെ ഇതിനകത്ത് ഭാഗവാക്കായി, നിങ്ങൾ അതിന് മറുപടി തരണം എന്നൊരു നോട്ടീസ് അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്. സാർ, ഈ നോട്ടീസ് അദ്ദേഹം കൈപ്പറ്റി അത് പൂരിപ്പിച്ച് കൊടുത്തു എന്നും പറയുന്നുണ്ട്. സാർ, ഇത് ഒരു പുതിയ അല്ലെങ്കിൽ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് ക്ഷണിതാവായി വന്ന ഒരു വനിതാ അംഗമാണ്. അവർ മത്സരിക്കുന്ന ആറന്മുളയിൽ, അത് ഞാൻ ഇനിയിപ്പോൾ പേര് പറയുന്നുണ്ടും കുഴപ്പമില്ല, വീണ ജോർജ് എന്ന മന്ത്രി ആറന്മുളയിൽ സ്ഥാനാർത്ഥിയാകുമ്പോൾ ഇലക്ഷന്റെ ചുക്കാൻ അദ്ദേഹത്തിന് കൊടുക്കാൻ ഇടവന്നേക്കാം. അപ്പോൾ പ്രത്യക്ഷമായിട്ടല്ലെങ്കിലും പരോക്ഷമായിട്ട് വീണ ജോർജ് ഇതിൽ ഇടപെട്ടിരിക്കുന്നു. അദ്ദേഹത്തിന് നോട്ടീസ് കൊടുക്കണം, അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം. സർ, സംസ്ഥാന സമിതിയിലേക്ക് ക്ഷണിതാവായി വീണ ജോർജ് വന്നപ്പോൾ ആദ്യം ഇടഞ്ഞു നിന്ന വ്യക്തി പത്മകുമാറാണ്. സർ, ഇതൊരു പ്രതികാര നടപടിയിലേക്ക് പോവുകയാണോ വീണ ജോർജ് പത്മകുമാർ എന്ന സീനിയർ നേതാവിനെതിരെ? സാറ് നീണ്ടകാലം ഈ പറയുന്ന രീതിയിൽ പത്തനംതിട്ട രാഷ്ട്രീയവും അല്ലാതെയും ഒക്കെ പ്രവർത്തിച്ച ആളാണ്. സാറിന് എന്ത് തോന്നുന്നു സാർ? ഇത് സംസ്ഥാന കമ്മിറ്റിയാണ്, സംസ്ഥാന കമ്മിറ്റിയുടെ അറിവോടുകൂടിയാണ് ഈ തീരുമാനം വന്നിരിക്കുന്നത്. പത്മകുമാറിന്റെ നോട്ടീസ് കൊടുത്തെന്നാണ് കഴിഞ്ഞ ദിവസം വരെയുള്ള വാർത്തകൾ വന്നിരിക്കുന്നത്. മാതൃഭൂമിയിലെ വാർത്ത സംസ്ഥാന കമ്മിറ്റി അറിഞ്ഞില്ലെന്നാണ്. അറിയാതിരിക്കാനുള്ള സാധ്യത കുറവാണ്. കാരണം അത് ജില്ലാ കമ്മിറ്റി ഒറ്റയ്ക്ക് എടുക്കാൻ പറ്റുന്ന ഒരു തീരുമാനമല്ല. കാരണം ജില്ലാ കമ്മിറ്റി മെമ്പറാണ് പത്മകുമാർ. അപ്പൊ അതിന് മേൽഘടകം വേണം. പിന്നെ അവിടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അല്ലേ ഉള്ളൂ. അവിടെ ഒരു മേൽഘടകത്തിന്റെ തീരുമാനമില്ലാതെ പറ്റത്തില്ല. അതേപോലെ തന്നെയാണ് പത്മകുമാറിനെ പോലെ സീനിയർ മോസ്റ്റ് നേതാവാണ് പത്മകുമാർ. നമ്മള് ഇപ്പൊ കേസിൽപ്പെട്ടു, പിന്നെ ജയിലിലാണ് ആയിരുന്നു, പിന്നെ പുറത്തിറങ്ങി എന്ന് പറഞ്ഞാലും പത്മകുമാർ പത്തനംതിട്ട ജില്ലയിലെ ഏറ്റവും സീനിയർ മോസ്റ്റ് നേതാവാണ്. ഒരു പക്ഷേ പ്രവർത്തന പാരമ്പര്യമൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ പാർട്ടിയുടെ സമുന്നതരായ നേതാക്കന്മാരുടെ തന്നെ പാരമ്പര്യം അവകാശപ്പെടുന്ന നേതാവാണ്, അവകാശപ്പെടാവുന്ന നേതാവാണ്. വളരെ ചെറുപ്പത്തിലെ MLA ആയി അങ്ങനെയൊക്കെയുള്ള ആളായതുകൊണ്ട് തീർച്ചയായിട്ടും അതുണ്ടാകും. അറിയാതെ വരികയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നോട്ടീസ് കൊടുത്തു. നോട്ടീസിനെ തുടർന്ന് അദ്ദേഹം അതിനുള്ള മറുപടിയും കൊടുത്തിട്ടുണ്ട്. ആ മറുപടി ചർച്ച ചെയ്യുന്നതിനായിട്ട് തിങ്കളാഴ്ച കമ്മിറ്റി യോഗം വിളിച്ചിരിക്കുകയാണ്. പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി യോഗം വിളിച്ചിട്ടുണ്ട്. അവിടെ ജില്ലയുടെ ചുമതലയുള്ള ശ്രീ തോമസ് ഐസക് അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. ഇനി പാർട്ടി സെക്രട്ടറിയും പങ്കെടുക്കുമെന്ന് അറിഞ്ഞുകൂടാ കേട്ടോ. ഇത്രയും വളരെ നിർണായകമായ ഒരു തീരുമാനമാണ് അവിടെ വരാൻ പോകുന്നത്. എന്തായിരിക്കും സംഭവിക്കുന്നത് എന്നുള്ളത് എനിക്ക് തോന്നുന്നത് പിന്നെ പത്മകുമാറിനെ പുറത്താക്കാനുള്ള സാധ്യത കുറവാണ്. പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനുള്ള സാധ്യത കുറവാണ്. ഒരുപക്ഷെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയേക്കും. അത്രയും വരെ വരാൻ വഴിയുള്ളൂ. കാരണം തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുകയാണ്. തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുമ്പോഴേ ഇപ്പൊ പത്തനംതിട്ട ജില്ലയിലെ സാഹിർ അയ്യപ്പദാസൻ അറിയാമല്ലോ. അവിടെ 5 നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത്. ആ 5 നിയമസഭാ മണ്ഡലങ്ങളും ഇപ്പൊ LDFന്റെ കയ്യിലാണ്, ഇടതുമുന്നണിയുടെ കയ്യിലാണ് 5 നിയമസഭാ മണ്ഡലങ്ങളും. പണ്ട് UDFന്റെ ശക്തി കേന്ദ്രങ്ങളായിരുന്ന 2-3 മണ്ഡലങ്ങൾ ഉണ്ടായിരുന്നു. അതടക്കം ആറന്മുള അടക്കം, മുമ്പേ സൂചിപ്പിച്ച ആറന്മുള അടക്കം എല്ലാം ഇപ്പൊ LDFന്റെ കയ്യിലാണ് നിൽക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോഴേ അവരെ സംബന്ധിച്ചിടത്തോളം വളരെ സൂക്ഷ്മതയോടെ ഈ വിഷയത്തെ കൈകാര്യം ചെയ്യാൻ ഒക്കത്തുള്ളൂ. പത്മകുമാറിനെ പോലെയുള്ളൊരു നേതാവ് ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കുകയാണെങ്കിൽ തന്നെ എനിക്ക് സ്വാധീനമുള്ള ആളാണ്. പത്തനംതിട്ട ജില്ലയിൽ സ്വാധീനമുള്ള ആളാണ്. സീനിയോറിറ്റി പ്രകാരവും ആ സ്വാധീനം അയക്കുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു പക്ഷെങ്കിൽ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് ഇനി ബാക്കി കുറ്റപത്രം വരട്ടെ എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് പാർട്ടി പോകാം. അതിനാണ് സാധ്യത കൂടുതലെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെയാണ് മുമ്പ് എന്തുകൊണ്ടാണ് തിടുക്കപ്പെട്ട് ഈ തീരുമാനം വന്നത്? തിടുക്കപ്പെട്ടതല്ല, നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. ആദ്യം പാർട്ടി സെക്രട്ടറി പറഞ്ഞത് കുറ്റപത്രം വരട്ടെ, കുറ്റപത്രത്തിനകത്തില് ഇയാൾക്കെതിരെ, പത്മകുമാറിനെതിരെയുള്ള എന്തെല്ലാം ഗുരുതരമായ ആരോപണങ്ങൾ ഉണ്ടാകും അതിന്റെ അനുസരിച്ച് തീരുമാനങ്ങൾ പറയാമെന്നാണ് പറഞ്ഞിരുന്നത്, നടപടികൾ എടുക്കാമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ പെട്ടെന്ന് ഇപ്പൊ ഒരു തീരുമാനത്തിന്റെ കാരണം എന്ന് പറയുന്നത് ഇന്നത്തെ പത്രവാർത്തകൾ സൂചിപ്പിക്കുന്നത് പോലെ അടിയന്തരമായ ഒരു ഇടപെടൽ അവിടെ ഉണ്ടായിരിക്കുന്നു. സംസ്ഥാന കമ്മിറ്റിയില് അടിയന്തരമായ ഇടപെടൽ ഉണ്ടായിരിക്കുന്നു. അതായത് ആറന്മുള മണ്ഡലം തന്നെയാണ്. അത് ആറന്മുള മണ്ഡലവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. ഇതിന്റെ ചില സൂചനകൾ നേരത്തെ തന്നെ വന്നിരുന്നു. കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് അയ്യപ്പദാസ് ഓർക്കുന്നില്ലേ,
ശ്രീമതി വീണ ജോർജിന്റെ അവിടെ മത്സരിക്കുന്ന ഇടതുപക്ഷ സ്ഥാനാർത്ഥി വീണ ജോർജാണ്, ആരോഗ്യവകുപ്പ് മന്ത്രിയാണ്. അവരുടെ ഭർത്താവ് തന്നെ സംസ്ഥാന കമ്മിറ്റിയോട് ആവശ്യപ്പെട്ടിരുന്നു, അല്ലെങ്കിൽ പത്തനംതിട്ട ജില്ലയുടെ ചുമതലയുണ്ടായിരുന്ന ശ്രീ തോമസ് ഐസക്കിനോട് ആവശ്യപ്പെട്ടിരുന്നു, വീണ ജോർജിനെ ഇനി അവർ മണ്ഡലത്തിൽ മത്സരിക്കാൻ താല്പര്യമില്ല, അതായത് എന്റെ ഭാര്യയ്ക്ക് ഇനി അവിടെ മത്സരിക്കാൻ താല്പര്യമില്ല, ഞങ്ങളുടെ കുടുംബപരമായ പ്രശ്നങ്ങളെ തുടർന്ന് ഞങ്ങൾ അവിടെ മത്സരിക്കുന്നില്ല എന്നൊരു പ്രസ്താവന, എന്നൊരു അറിയിപ്പ് അദ്ദേഹം സംസ്ഥാന കമ്മിറ്റിക്ക് കൊടുത്തു, തോമസ് ഐസക് മുഖാന്തരം കൊടുത്തു എന്നാണ് പറയുന്നത്. അത് നിഷേധിച്ചിട്ടുമില്ല, അത് അവരുടെ ഭർത്താവ് നിഷേധിച്ചിട്ടില്ല. പിന്നീട് വന്ന വിശദീകരണങ്ങളും അങ്ങനെ തന്നെയാണ് വന്നത്. കുടുംബത്തിന്റെ വീടിന്റെ കാര്യങ്ങൾ നോക്കണം, പ്രായപൂർത്തിയായ മക്കളാണ്, അപ്പൊ അതുകൊണ്ട് ഇനിയും അവരെ പൊതുരംഗത്തേക്ക് വിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് അത് ഭർത്താവിൻ്റെതായ ചില വിശദീകരണങ്ങളും ഒക്കെ വന്നിരുന്നത്. അത് ചില സൂചനകളാണെന്നാണ് അന്നേ പറഞ്ഞിരുന്നത്. കാരണം പത്മകുമാർ 90 ദിവസം കഴിഞ്ഞ് ജാമ്യം കിട്ടി സ്വാഭാവികമായിട്ട് പുറത്തിറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഈ ആറന്മുള മണ്ഡലത്തിന്റെ പ്രദേശത്ത് തന്നെയാണ് പത്മകുമാർ താമസിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ആറന്മുള ക്ഷേത്രത്തിന്റെ അടുത്താണ് പത്മകുമാറിന്റെ വീടെന്ന് പറയുന്നത്. അവർക്ക് അവിടെ സ്വാധീനമുള്ള ഒരു കുടുംബം തന്നെയാണ്, ഒരുപാട് പേരുകളും കുടുംബ ബന്ധങ്ങളും ഉള്ള പേരുകളും ഒക്കെയുള്ള കുടുംബത്തിൽപ്പെട്ട ആളാണ് പത്മകുമാർ എന്ന് പറയുന്നത്. അത് തന്നെയല്ല MLA ആയിരുന്നു, പാർട്ടിയുടെ നേതൃത്വത്തെ സംബന്ധിച്ച് പിന്നെ സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റ് ആയിരുന്നു, അങ്ങനെ ഒരുപാട് സ്വാധീനം ഉണ്ടായിരുന്നു പിന്നെ പത്മകുമാറിന്. അപ്പൊ അങ്ങനെ വരുമ്പോ പത്മകുമാർ പുറത്തിറങ്ങി നിൽക്കുന്ന അവസരത്തില് ആറന്മുളയിൽ ഒരു മത്സരം വരുമ്പോൾ ഇത്തവണ ആർക്കത് കൊടുക്കും? അതൊരു വലിയ ചോദ്യമാണ്. അവിടെ ആർക്കാണ് ആ ചുമതല കിട്ടാൻ പോകുന്നത്? അതുപോലെ പത്മകുമാർ പുറത്തുണ്ട് താനും, പത്മകുമാർ ജാമ്യത്തിൽ പുറത്തുണ്ട്, ഇനി കേസിന്റെ വിചാരണ മറ്റു കാര്യം കുറ്റപത്രം വന്ന് വിചാരണ ഘട്ടങ്ങളിലേക്ക് വരാൻ താമസമെടുക്കും. അപ്പൊ ആ സമയത്ത് പത്മകുമാർ പുറത്തുള്ളപ്പോ എന്ത് ചെയ്യാൻ പറ്റും? പത്മകുമാറിനെ പറഞ്ഞില്ല, അവരെ സംസ്ഥാന സമിതിയിലേക്ക് വീണ ജോർജിനെ കൊണ്ടുവരുന്നതിന്റെ എതിർത്ത ആളുമാണ് പത്മകുമാർ. അവർ തമ്മിൽ അത്തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ വന്ന് നിലനിന്നിരുന്നു. അപ്പൊ അത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് പ്രശ്നങ്ങൾ വരുന്നത്. ഇപ്പൊ പത്മകുമാറിനെ ഒഴിവാക്കണം. അപ്പൊ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ പറ്റുമോ എന്നൊക്കെ ചില വാർത്തകളും ചില ഇതിലൊക്കെ കാണുന്നുണ്ട്. പക്ഷെ എനിക്കതിനെ പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. പുറത്താക്കി കഴിഞ്ഞാൽ നടപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വലിയ തീരുമാനങ്ങളിലേക്കൊക്കെ കാര്യങ്ങൾ പോകേണ്ടി വരും. പത്മകുമാറിന് ഒരു പറഞ്ഞില്ല, അല്ലെങ്കിൽ പാർട്ടിക്ക് അത്തരത്തിലുള്ള ഒരുപാട് സംവിധാനങ്ങളോട് ഒരുക്കേണ്ടി വരും. ഇപ്പൊ തന്നെ പ്രശ്നങ്ങളാണ്. ഇപ്പൊ തന്നെ ആലപ്പുഴ തന്നെ കണ്ടില്ല, തൊട്ടടുത്ത് കിടക്കുന്ന ജില്ലയാണ് ആലപ്പുഴ ജില്ലയിൽ കേസ് നമ്മുടെ ജി സുധാകരന്റെ തീരുമാനത്തെ തുടർന്ന് അവിടെ വലിയ പ്രശ്നങ്ങളാണ്. ഇന്നലെ അദ്ദേഹം പാർട്ടിയുമായിട്ടുള്ള ബന്ധങ്ങളെല്ലാം ഉപേക്ഷിച്ചു, അതായത് മെമ്പർഷിപ്പ് പുതുക്കുന്നില്ല, പാർട്ടിക്ക് സ്വയം പുറത്തേക്ക് പോവുകയല്ല, പാർട്ടി പുറത്താക്കിയിട്ടുമില്ല, സ്വയം മെമ്പർഷിപ്പ് പുതുക്കുന്നില്ല, സ്വാഭാവികമായിട്ട് അദ്ദേഹം പുറത്തേക്ക് പോവുകയാണ്. അപ്പൊ തൊട്ടടുത്ത മണ്ഡലമാണ്, അതും പിന്നെ പത്മകുമാറിനെ പോലെ തന്നെ വലിയ തലയെടുപ്പുള്ള, പത്മകുമാറിനെക്കാട്ടിൽ വലിയ തലയെടുപ്പുള്ള നേതാവാണ് അല്ലെ, തലയെടുപ്പുള്ള നേതാവും രാഷ്ട്രീയത്തിൽ വളരെ സംശുദ്ധിയും ഒക്കെ പുലർത്തിയ നേതാവാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ അത് നേരിടാൻ പാർട്ടിക്ക് വലിയ സന്നാഹങ്ങൾ ഒരുക്കേണ്ടി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ആലപ്പുഴ ജില്ലയില് സുധാകരൻ അവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു, UDFന്റെ സഹായം വരുന്നു, UDF അദ്ദേഹത്തെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചുവെങ്കിൽ വലിയ കടുത്ത മത്സരം നടക്കും, അവിടെ കടുത്ത മത്സരം ഉണ്ടാകും. ആ അസംബ്ലി മണ്ഡലത്തിൽ സലാമാണ് മത്സരിക്കുന്നത്, വലിയ ശക്തമായ മത്സരം നടക്കും ആ മണ്ഡലത്തിൽ. അപ്പൊ അങ്ങനെ പാർട്ടിയുടെ ഒരു മെഷീനറി, അത് പ്രത്യേകിച്ച് സുധാകരനെ എല്ലാ അർത്ഥത്തിലും നേരിടാൻ വേണ്ടി പാർട്ടി സർവ്വസജ്ജമായിട്ട് തയ്യാറെടുത്ത് നിൽക്കുകയാണ്, മത്സരിക്കുകയാണെന്നുണ്ടെങ്കിൽ. അങ്ങനെ വരുമ്പോ ഈ അടുത്ത ജില്ലയായ തൊട്ടടുത്ത് ചേർന്ന് കിടക്കുന്ന പത്തനംതിട്ടയിലും അതേപോലെ ഒരു കലാപ സാഹചര്യമായ അല്ലെങ്കിൽ പാർട്ടിയുടെ പ്രസ്റ്റീജിനെ ബാധിക്കുന്ന ഒരു മത്സരം ഇവിടെയും വന്നു കഴിഞ്ഞാൽ, ഇവിടെ ഇപ്പൊ 5 മണ്ഡലങ്ങളുണ്ട്, ആറന്മുള അടക്കം 5 മണ്ഡലങ്ങളാണ് നിൽക്കുന്നത്. അവിടെയൊക്കെ തന്നെ സ്ഥാനാർത്ഥിത്വ കാര്യങ്ങളിൽ പല പ്രശ്നങ്ങൾ നിലനിൽക്കുകയാണ്. ഇതുവരെ ഒരു ഫൈനൽ തീരുമാനത്തിലേക്ക് എത്താൻ കഴിഞ്ഞില്ല. 2 മുന്നണികളിലും പ്രശ്നം കേട്ടോ, ഒരു മുന്നണിയിൽ മാത്രമല്ല, എല്ലായിടത്തും പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ വരുമ്പോഴേ പത്മകുമാറിനെ പുറത്താക്കുക എന്നുള്ള കാര്യത്തിൽ അത്ര എളുപ്പമാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു പക്ഷെങ്കില് ഇത്തരത്തില് ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കി നിർത്തിയേക്കാം. കാരണം ശബരിമല പോലെ ഇത്തരത്തിലുള്ള ഒരു കേസാണ്, ഇതൊരു വലിയ കേസാണല്ലോ. ശബരിമല വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട വലിയൊരു കേസിലാണ് പ്രതിസ്ഥാനത്ത് വന്നിരിക്കുന്നത്. അന്നത്തെ ദേവസ്വം ബോർഡിന്റെ ചുമതലക്കാരൻ അധ്യക്ഷൻ എന്നുള്ള നിലയിൽ പത്മകുമാറിനെതിരെ 2 കേസുകളാണ് നിലനിൽക്കുന്നത്. 2 കേസുകളാണ്. 2ൽ സ്വാഭാവികമായ ജാമ്യം കിട്ടിയിട്ട് മാത്രമേ പുറത്തിറങ്ങിയിട്ടുള്ളൂ. പക്ഷെ പത്മകുമാർ അവകാശപ്പെടുന്നത് എന്റെ പേരിൽ ഒരു തെളിവില്ലെന്നാണ് പറയുന്നത്. എന്റെ പേരിൽ അങ്ങനെ എന്റെ വീട്ടിൽ നിന്ന് ഒരു വസ്തുക്കൾ കണ്ടെടുക്കുകയോ മറ്റു തരത്തിൽ ഉണ്ടായിട്ടില്ല. അന്നത്തെ ചുമതലക്കാരൻ എന്നുള്ള മട്ടിൽ ചില ഉത്തരവാദിത്തങ്ങൾ മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്നുള്ള നിലയില്ല. എന്തായാലും എങ്ങനെയും ആകട്ടെ, അതിന് കേസ് വരട്ടെ, കേസ് ഇപ്പൊ കോടതിയിലേക്ക് വരട്ടെ, നമുക്കത് ഹൈക്കോടതിയിലെ SITയുടെ റിപ്പോർട്ടൊക്കെ വന്നു കഴിഞ്ഞ് 31-ാം തീയതി കഴിഞ്ഞിട്ട് അത്തരം കാര്യങ്ങളിൽ ഒരു തീരുമാനം ഉണ്ടാകത്തുള്ളൂ. പക്ഷെ രാഷ്ട്രീയപരമായിട്ട് പത്തനംതിട്ട ജില്ലയിൽ CPM വളരെ പ്രതിസന്ധി നേരിടുകയാണ്, വലിയ പ്രതിസന്ധി നേരിടുകയാണ്. സർ, നമ്മൾ തമ്മിൽ തന്നെ സാറിനോട് തന്നെ ഈ കാര്യം 1-2 തവണ നമ്മൾ സംസാരിക്കുമ്പോൾ
സാർ പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു, ഈ 31-ന് SITയുടെ റിപ്പോർട്ട് കൊടുക്കുമെന്ന് പറഞ്ഞു. സാർ, SITയുടെ ഈ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ ഇതുവരെ തെളിയാത്ത പല സത്യങ്ങളും പുറത്തു വരും എന്ന് നമ്മൾ പലപ്പോഴും പറഞ്ഞിരുന്നു. സാറും ഞാനുമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. സാർ, ഇനി നമ്മൾ അറിയേണ്ടത് ഈ കൊടിമര വിഷയം വീണ്ടും പൊങ്ങി വരാൻ സാധ്യതയുണ്ടാകും. കൊടിമര വിഷയം ഉറപ്പായിട്ടും വരും അയ്യപ്പദാസെ. കൊടിമര വിഷയം തീർച്ചയായിട്ടും ഇതിന്റെ ഭാഗമായിട്ട് തന്നെ കയറി വരും, അതിനകത്ത് സംശയമില്ല. പക്ഷെ ഇപ്പൊ വന്നിരിക്കുന്നത് നോക്കുക, ഇന്നിപ്പോ ഉച്ചയ്ക്ക് വന്നേക്കുന്ന റിപ്പോർട്ട് കണ്ടില്ലേ അയ്യപ്പദാസ്? തന്ത്രിക്കെതിരെ തെളിവുണ്ടെന്ന് SIT കോടതി തന്നെ ബോധ്യപ്പെടുത്തിയിരിക്കുന്നു. കൊല്ലം വിജിലൻസ് കോടതി അദ്ദേഹത്തിന് 42ാമത്തെ ദിവസം ജാമ്യം കൊടുത്തുകൊണ്ട് വലിയ ഉത്തരവാണ്, 94 പേജുള്ള ഉത്തരവിൽ പറയുന്നത് തന്ത്രിക്കെതിരെ ഒരു കണികയുടെ അംശം പോലും തെളിവില്ല, അതുകൊണ്ട് അദ്ദേഹത്തിന് ജാമ്യം കൊടുക്കുന്നു എന്നും പറഞ്ഞ് 42ാമത്തെ ദിവസം ജാമ്യം കൊടുത്തത് അദ്ദേഹത്തിന്. SITയുടെ അപ്പീൽ നിന്ന് വന്നിരിക്കുന്നത് കണ്ടില്ലേ? SIT ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് ശക്തമായ തെളിവുണ്ടെന്നാണ്. തന്ത്രിക്കെതിരെ മതിയായ തെളിവ് ഞങ്ങളുടെ കയ്യിലുണ്ട്. എല്ലാ തെളിവുകളും അത്യാവശ്യം ചില കാര്യങ്ങൾ ഇവർ പുറത്തുവിട്ടിട്ടുണ്ട്. ചില കാര്യങ്ങളൊക്കെ ഇപ്പൊ നമ്മള് ചാനലുകളിൽ നിന്നൊക്കെ അറിയുന്ന പ്രകാരമാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ നേരത്തെ തന്നെ കേട്ടിരുന്ന ആരോപണങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതായത് അദ്ദേഹത്തിന് കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപമുണ്ട്, ചില ബാങ്കുകളിൽ നിക്ഷേപമുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് അടുത്ത ബന്ധമുണ്ടെന്നാണ് അവർ സ്ഥാപിച്ചിരിക്കുന്നത്. കാരണം അവരുടെ തെളിവുണ്ടാവും. SITക്ക് അങ്ങനെ വെറുതെ പറയാനൊക്കത്തില്ല. ശബരിമല തന്ത്രിയെ കുറിച്ച് അടിസ്ഥാനമില്ലാത്തൊരു കാര്യം SITക്ക് പറയാനൊക്കത്തില്ല. കോടതിയിൽ ശക്തമായ തെളിവുകളുണ്ടെന്നാണ് പറഞ്ഞത്. ഏതായാലും സാർ, ഞാൻ ഇത് ഈ വിഷയം ഇടയ്ക്കൊന്ന് കയറി ചോദിച്ചെന്നേ ഉള്ളൂ. നമ്മൾ രാഷ്ട്രീയം സംസാരിച്ച് വന്ന് ഇടയ്ക്കൊന്ന് ചോദിച്ചെന്നേ ഉള്ളൂ. സാർ, നമുക്ക് രാഷ്ട്രീയത്തിലേക്ക് തന്നെ പോയി ഈ സംസാരം അവസാനിപ്പിക്കാം. സാർ, എൻ്റെ ചോദ്യം, പത്മകുമാർ എന്ന വലിയ നേതാവ്, സംസ്ഥാനത്തെ അറിയപ്പെടുന്ന നേതാവ്, ജില്ലയിൽ അറിയപ്പെടുന്ന നേതാവ്, അദ്ദേഹം ഒരു വേള നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു സാർ, നമ്മൾ പറഞ്ഞു പത്മകുമാർ പറഞ്ഞു സംസ്ഥാന സമിതിയിലേക്ക് തന്നെ കൊണ്ടുവന്നില്ല, ഇന്നലെ വന്നവരെ കൊണ്ടുവന്നു എന്ന്. സാർ, വീണ ജോർജ് എന്ന് പറയുന്ന CPM എന്ന് പറയുന്ന പാർട്ടിയിലെ മാധ്യമപ്രവർത്തനത്തിൽ നിന്ന് CPMലേക്ക് വളരെ ഈസിയായി സംഘടനാ പ്രവർത്തനങ്ങളൊന്നും ചെയ്യാതെ, നൂറുകണക്കിന് പ്രവർത്തകരോടുള്ളപ്പോൾ സംഘടനാ പ്രവർത്തനങ്ങളുടെ ഒരു ഭാഗവുമാകാതെ വന്ന ഈ മന്ത്രി, ഇപ്പോഴത്തെ മന്ത്രി വീണ ജോർജിനെ പാർട്ടിക്കകത്ത് അത്ര കണ്ട് ഹോൾഡായോ എന്നൊരു സംശയം കൂടെ നമുക്കുണ്ടാകുന്നുണ്ട്. കാര്യം നിരവധി ആരോപണങ്ങൾ അവർക്കെതിരെ ഉണ്ടാകുമ്പോഴും അവരെ ഈ വീണ ജോർജിനെ KSU പ്രവർത്തകർ കരിങ്കൊടി കാട്ടിയതിൽ അവരെ ആക്രമിച്ചു എന്ന് പറയുമ്പോഴും കോടതിക്ക് മുന്നിൽ ഒരു തെളിവ് കൊടുക്കുവാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ അവരിപ്പോൾ എന്താ പറയുക, പാർട്ടിക്ക് അത്ര കണ്ടങ്ങ് വളരെ അടുപ്പമുള്ളൊരു വ്യക്തിയായി തീർന്നു. എന്തുകൊണ്ട് അങ്ങനെ പാർട്ടി അവർക്ക് മുന്നിൽ, അത് വോട്ടിനാണെന്നറിയാം, എന്നാലും അത് CPMന്റെ സംഘടനാ തലത്തിലൊരു അവമതിപ്പല്ലേ സാർ? അതുകൂടെ പറഞ്ഞുകൊണ്ട് ഈ സംസാരം അവസാനിപ്പിക്കാം. സംഘടനാ ദൗർബല്യങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് മുതിർന്ന നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഇത്തരം അതൃപ്തി വരുന്നത്. ഇപ്പൊ G. സുധാകരന്റെ ഭാഗത്തുനിന്ന് അതൃപ്തി വരാൻ കാര്യം എന്താണ്? അദ്ദേഹത്തെ പൂർണ്ണമായിട്ട് അവഗണിച്ചുകൊണ്ട് ഒരു മാഫിയയ്ക്ക് ചുറ്റുമായിട്ട് പാർട്ടി കിടന്ന് കറങ്ങുന്നു. അതാണ് അദ്ദേഹത്തിന്റെ ആരോപണം. ആ മാഫിയ എല്ലാ അർത്ഥത്തിലും പാർട്ടിയെ വിറ്റ് തിന്ന് ജീവിക്കുന്ന എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ ഒരു മാഫിയയ്ക്ക് ചുറ്റും അത് കിടന്ന് കറങ്ങുന്നു. പത്തനംതിട്ടയിലെ സ്ഥിതിയിലേക്ക് വരുമ്പോഴേ മുമ്പ് വീണ ജോർജിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ്. അവർക്ക് അങ്ങനെ വലിയ പശ്ചാത്തലവും പാരമ്പര്യമുള്ള ഒരാളായിട്ടില്ല. CPMലൊന്നും അങ്ങനെ ഇല്ല, വളരെ പെട്ടെന്ന് വന്നതാണ്, പാർട്ടിയിലേക്ക് വന്നതാണ്. പക്ഷെ അവർക്ക് വലിയ സംരക്ഷണം കിട്ടുന്നുണ്ട്, പാർട്ടിയിൽ വലിയ സംരക്ഷണം കിട്ടുന്നുണ്ട്. ഇപ്പൊ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകള്, പക്ഷെ അദ്ദേഹത്തിന് ഉത്തരവാദിത്തമായിരിക്കാം അവരെ സംരക്ഷിക്കണം എന്നുള്ളത്. പക്ഷെ പുറത്ത് വലിയ സംരക്ഷണം കിട്ടുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പൊ അങ്ങനെ വരുമ്പോ പ്രവർത്തന പാരമ്പര്യമുള്ള നേതാക്കന്മാരിൽ പ്രശ്നങ്ങൾ വരും. അവർക്കത് ഇതുണ്ടാകും. ഇത്രയും രാവിലെ തൊട്ടേ പറഞ്ഞിട്ട് വെള്ളം കോരിയിച്ച് നമുക്ക് വൈകുന്നേരം ഒന്നും ഇല്ല എന്ന് പറഞ്ഞാലത്തെ ഒരു അവസ്ഥ എന്താണ്? അവരുടെ ജീവിതം മുഴുവൻ പാർട്ടിക്ക് വേണ്ടി മാറ്റിവെച്ച നേതാക്കന്മാരാണ്. പത്മകുമാർ അടക്കമുള്ള നേതാക്കന്മാരെയൊക്കെ നമ്മൾ അത്തരത്തിൽ വേണം കാണാനായിട്ട്. അങ്ങനെ ജില്ലയിൽ ഒരുപാട് KC രാജഗോപാൽ എന്ന് പറയുന്ന ഒരു നേതാവ് ഉണ്ടായിരുന്നു, VS അച്യുതാനന്ദന്റെ അരിയായിട്ടുള്ള വലിയ നേതാവ് ഉണ്ടായിരുന്നു. അവർക്കാർക്കും ആറന്മുളയിലെ ഒരിക്കലും MLA ആളാണ് അദ്ദേഹം. അവർക്കാർക്കും കിട്ടാത്ത പരിഗണന വീണ ജോർജിന് കിട്ടിക്കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഒരു പൊതുമുഖത്തിന് പാർട്ടിയിലേക്ക് പുതിയതായിട്ട് വന്ന ഒരാളിന് കിട്ടിക്കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് അതൃപ്തി ഉണ്ടാകും. അവരതിനെ അങ്ങനെ കാണും. എന്താണ്, ഇവിടെ നിന്നാണ് ഇവർക്ക് ഈ സഹായം? എന്തുകൊണ്ടാണ് ഇപ്പൊ പാർട്ടിക്ക് ഉപരിയായിട്ട് അവർക്ക് ചില സമുദായത്തിൻ്റെതാകാം, ചില മതസംഘടനകളുടേതാകാം, അത്തരത്തിലൊക്കെയുള്ള സപ്പോർട്ട് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് അവരെ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ, ഇപ്പൊ സംഘടിത ശക്തി ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അതിന്റെ കീഴിൽ മുമ്പിൽ ആരാ മുട്ടുമുടക്കാത്തത്? എല്ലാവർക്കും അതങ്ങനെ അംഗീകരിച്ചെങ്കിലേ പറ്റുകയുള്ളൂ. അപ്പൊ അത്തരത്തിലുള്ള അതായിരിക്കാം ഇങ്ങനെയൊക്കെയുള്ള ആളുകളെ പെട്ടെന്ന് സംഘടനയിലേക്ക് കരുതാൻ. CPMനെ സംബന്ധിച്ച് നമുക്കറിയാം, ചട്ടക്കൂട് പ്രകാരമാണെങ്കിൽ ആ സംഘടനയിൽ ഒരു ജില്ലാ നേതൃത്വത്തിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ എത്രയോ വർഷത്തെ പ്രയത്നം വേണം. ഇതൊന്നുമില്ലാതെ വളരെ പെട്ടെന്ന് വരുന്നു, MLA ആകുന്നു, മറ്റേ MP സ്ഥാനത്തേക്ക് പാർലമെന്റിൽ വരെ മത്സരിക്കാനുള്ള അവസരങ്ങൾ വരികയാണ്. അങ്ങനെ വരുമ്പോഴേ രാവിലെ തൊട്ട് പണിയെടുക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം അവന് വലിയ സങ്കടം ഉണ്ടാവും.
ആ സങ്കടം തന്നെയാണ് പത്മകുമാർ പ്രകടിപ്പിച്ചിരിക്കുന്നത്. പത്മകുമാറിനെ പിന്നെ ചില നേതാക്കന്മാർ, പത്മകുമാർ പിന്നെ എല്ലാം തുറന്നു പറയുന്ന ഒരാളാണ്. മറ്റു ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിശബ്ദരായിരിക്കുന്നത് കൊണ്ട് തന്നെയാണ്. ഇന്നലെ സുധാകരൻ പറഞ്ഞത് അതുകൊണ്ടാണ്. ഈ പാർട്ടിയിൽ ഇതൊക്കെ തുറന്നു പറയാൻ വയ്യാതെ മിണ്ടാതിരിക്കുന്ന ധാരാളം ആളുകളുണ്ടെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ്. പത്മകുമാർ അങ്ങനെയല്ല. പത്മകുമാറിന്റെ പണ്ടത്തെ സ്വഭാവം അങ്ങനെ തന്നെയാണ്. എന്തിനും വെട്ടി തുറന്നു പറയുന്ന ഒരു അഭിപ്രായമുണ്ട്. ശബരിമല വിഷയം തന്നെ അദ്ദേഹം പണ്ട് പറഞ്ഞില്ലേ, പാർട്ടി ഒരു നിലപാടെടുത്ത് പാർട്ടിക്ക് വിരുദ്ധമായിട്ട് അദ്ദേഹം പറഞ്ഞു കളഞ്ഞു. ശബരിമലയിൽ അങ്ങനെ യുവതികളെ കയറ്റുന്നത് ശരിയല്ല, അത് വിശ്വാസത്തിനെതിരാണ്, ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ആരും പോത്തില്ലെന്ന് ഒരേക്കുള്ള നിലപാടെടുത്ത ആളാണ്. അപ്പൊ അതുകൊണ്ട് പത്മകുമാറിന്റെ ഭയവുമുണ്ട്. അദ്ദേഹം എന്തും പറഞ്ഞു കളയും, പറയുന്നതിനൊന്നും ഒരു മടിയില്ല. തനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ പത്മകുമാർ വെട്ടി തുറന്ന് പറയുകയും ചെയ്യും. എനിക്ക് തോന്നുന്നു ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോഴാണ് നമുക്ക് ഈ ആറന്മുള മണ്ഡലമാണ് ഇപ്പൊ അത് ഫോക്കസ് ചെയ്യപ്പെടുന്നത്. പത്തനംതിട്ട ജില്ലയിലെ 5 മണ്ഡലങ്ങൾ ഉണ്ടെങ്കിലും ആറന്മുള മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയുടെ അവരുടെ ഒരു ആശങ്ക തന്നെ ആയിരിക്കാം ഒരു പക്ഷെങ്കില് സംസ്ഥാന കമ്മിറ്റി എടുക്കപ്പെട്ട ഒരു നടപടിയിലേക്ക് പോകുന്നു തന്നെയാണ് ആ വിലയിരുത്തലിനോട് ഞാനും യോജിക്കുകയാണ്. നന്ദി. താങ്ക് യു സാർ.